ഹായ് ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിട്ട് വന്നിരിക്കുന്നത് ചിക്കൻ കറി വയ്ക്കാൻ വേണ്ടിയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചിക്കനൊക്കെ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഒരു അരമണിക്കൂർ റെസ്റ്റ് വയ്ക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ആവശ്യത്തിനുള്ള കല്ലുപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടി കേട്ടോ. ഇത് അത്യാവശ്യം നല്ല എരിയുള്ള മുളക് പൊടിയാണ്. അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇത്രയും ചേർത്തെടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം കേട്ടോ. മസാലയൊക്കെ തിരുമ്മി വെച്ചിട്ട് അപ്പോൾ നോക്കുമ്പോൾ കറിവേപ്പിൻ്റെ ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ തൊടി പോയിട്ട് കറിവേപ്പിൻ്റെ പൊട്ടിച്ച് വരിക കേട്ടോ. നല്ല തൂമ്പ് കറിവേപ്പിൻ്റെ ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ കറിവേപ്പിൻ്റെ വിരിഞ്ഞ കറിവേപ്പിൻ്റെ ഉണ്ട്. അപ്പോൾ അത് ഇടുമ്പോൾ നല്ല ടേസ്റ്റായിട്ടോ. കറിക്കൊക്കെ നല്ല സ്മെല്ലും ഉണ്ടാവും, ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല മൂത്ത കറിവേപ്പിൻ്റെ ആണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കറിവേപ്പിൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ കറിവേപ്പിൻ്റെ ഇട്ട് ഞാൻ നോക്കി ഒടിച്ചിരിക്കുന്നത്. പിന്നെ അത് അപ്പുറത്ത് കാണുന്നത് മുരിഞ്ഞ മരം കേട്ടോ. നിറയെ മുരിഞ്ഞക്കായൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കറിവേപ്പിൻ്റെ ഒക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ കുറച്ചേ പൊട്ടിച്ചെടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ പൊട്ടിച്ചിട്ട് അങ്ങനെ ഞാൻ പോരുകയാണ് കേട്ടോ. ഇതിൻ്റെ താഴത്ത് അങ്ങനെ കോവക്കയുടെ പന്തലൊക്കെ ഇങ്ങനെ താഴ്ത്തുണ്ട്. പിന്നെ അതുപോലെ കിഴങ്ങിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ മസാലയൊക്കെ തേച്ച് തിരുമ്മി വെച്ചിരുന്നു കേട്ടോ. അതിലേക്ക് നമുക്കിത് കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മളൊരു ഉരുളെടുത്തിട്ട് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ സവാളയും അതുപോലെ തന്നെ പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ട് തന്നിട്ട് ഇതിലേക്ക് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. കൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്യാസ് അടുപ്പിൽ ആദ്യം വെക്കാൻ വെച്ചിട്ട് പിന്നെ വേണ്ട വിറകടുപ്പിൽ വെക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ പുറത്തൊരു വിറകടുപ്പുണ്ട്. അതിലിതാ സവാള അങ്ങനെ കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. സവാള ചെറുതായിട്ട് വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് തക്കാളികൾ 3 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് കറിവേപ്പിലയും കൊണ്ട് അത് ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റിയെടുക്കുക പറഞ്ഞാൽ നമ്മൾ കുറച്ചൊന്ന് അരയ്ക്കാൻ എടുക്കുന്നുണ്ട്. ആ തക്കാളി മുഴുവനായിട്ട് പിന്നെ കുറച്ച് ഉള്ളി കൂട്ടായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് വഴറ്റിയെടുത്ത ശേഷം അരയ്ക്കാൻ എടുത്ത ശേഷം ബാക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളി എല്ലാം വഴറ്റിയെടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ മക്കൾ തക്കാളി കിട്ടില്ല കേട്ടോ. തക്കാളി കണ്ടോടും പെറുക്കി വെച്ചേക്കുക. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്കല്ല നമ്മൾ അതിന് കുറച്ച് അരക്കിയെടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ചൂടാറിയ ശേഷം മാത്രമേ ഇത് അരയ്ക്കുള്ളൂ. അങ്ങനെ അരയ്ക്കാനുള്ളത് നമ്മൾ തക്കാളിക്ക് മുഴുവനായിട്ടും പെറുക്കി അരിക്കിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് അരയ്ക്കാനായിട്ടുള്ളതിലേക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയല്ല മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടി നമ്മളിവിടെ പൊടിച്ചെടുത്താണ്. കൊങ്ങമുളകും അതുപോലെ കുരുമുളകും കറിവേപ്പിനും കൂട്ടിയിട്ട് പൊടിച്ചെടുത്താട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളിത് അരച്ചെടുത്തിട്ട് വഴറ്റിയെടുത്ത് മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയം നമുക്ക് ഇതിലേക്ക് ഉപ്പുണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യാം കേട്ടോ. അതിനനുസരിച്ച് ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുക. പിന്നെ നമ്മളിത് ആവിയിൽ പറഞ്ഞ് വെള്ളമൊന്നും ഒഴിച്ചെടുക്കുന്നില്ല, ഇങ്ങനെ അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അടച്ച് വെച്ച് വേവിച്ചതുകൊണ്ട് തന്നെ അതിൽ തന്നെ ചിക്കൻ നിന്നൊക്കെ വെള്ളം നിറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മളൊരു ചാറോട് കൂടിയിട്ട് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ വെളുത്തുള്ളി ചതച്ച് വെച്ചതും പിന്നെ മല്ലിയില, അതായത് ആഫ്രിക്കൻ മല്ലിയില ഉണ്ടല്ലോ, അതും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമ്മൾ ഇളക്കിയിട്ട് അടച്ചു വെക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളുടെ ചിക്കൻ കറി വെറൈറ്റി ചിക്കൻ കറി കേട്ടോ. കാരണം ഒന്നുമില്ല, നമ്മൾ സാധാരണ എല്ലാവരും വെക്കുന്ന പോലെ തന്നെയാണ്. ഇതിൽ വഴറ്റിയെടുത്ത ഉള്ളിയും തക്കാളിയും ഒന്ന് അരച്ചെടുത്തു എന്ന് മാത്രമേ കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ആരെയും ട്രൈ ചെയ്യാത്തതുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ബൈ.